കിട്ടിയ അടിയുടെ എണ്ണം എണ്ണി എണ്ണി പറയുകയാണ് ഷഹബാസ് ഷെരീഫ്. അതായത് ബ്രഹ്മോസ് ഇന്ത്യ പ്രയോഗിച്ചു പാകിസ്ഥാനെതിരെ. അസീം മുനീറിന്റെ പിന്നാമ്പുറത്ത് വരെ ബ്രഹ്മോസ് എത്തി. എന്താണ് ഇപ്പോ പാക് പ്രധാനമന്ത്രി ഇത്ര ധൈര്യത്തോടെ ഇത് വിളിച്ചു പറയാനുള്ള കാരണം? അത് ബ്രഹ്മോസ് മിസൈൽ വെച്ചുള്ള ആക്രമണം ഉണ്ടായി, അത് ഞങ്ങൾക്ക് വലിയ ക്ഷതം ഏൽപ്പിച്ചു എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്. അതായത് ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് പദ്ധതിയൊക്കെ ഇട്ടിരുന്നു, പക്ഷേ അപ്പോഴേക്കും മെയ് 9, 10 തീയതികളിൽ ഞങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് റാവൽപിണ്ടിയിലെ എയർബേസ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളെല്ലാം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി, സൈന്യാധിപനായ അസീം മുനീർ ഇവരൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നു, നമുക്ക് നാളെ അവരെ ആക്രമിക്കാം. മെയ് 9 ആക്രമിക്കാനുള്ള തീയതിയൊക്കെ അവർ കുറിക്കുന്നു. അപ്പം ഫജ്ർ പ്രാർത്ഥന, അവരുടെ 4-4:30 മണിക്ക് പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നടന്നതിന് ശേഷം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് യുദ്ധസന്നാഹം എല്ലാം റെഡിയാക്കുന്നു, എല്ലാ ആർമിയുടെ അടുത്തെല്ലാം സജ്ജമായിരിക്കാൻ പറയുന്നു, എല്ലാ നീക്കങ്ങളും നടത്തുന്നു. പക്ഷേ പിന്നീട് കേൾക്കുന്നത് അസീം മുനീർ വിളിച്ചിട്ട് ഷഹബാസ് ഷെരീഫിനോട് പറയുന്നു ഇന്ത്യ നമുക്ക് നേരെ കടുത്ത ആക്രമണം നടത്തിയെന്ന്. എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് തുറന്നു പറയുകയാണ്, ഞങ്ങൾ ആക്രമിക്കാൻ പദ്ധതി ഇട്ടപ്പോഴേക്കും ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ഞങ്ങളുടെ 9 എയർബേസുകളെ തകർത്തുവെന്ന്. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. നമ്മൾ അവർക്ക് നേരെ 22 മിനിറ്റ് കൊണ്ടാണ് ആക്രമണം പൂർത്തീകരിച്ചത്. അതായത് അവരുടെ തന്ത്രപ്രധാനമായ എയർബേസുകളെല്ലാം തന്നെ നമ്മൾ തകർത്ത് കളഞ്ഞു. ഇത്രയും തകർക്കാൻ എടുത്ത സമയം 22. അതായത് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആർമി ഒരു ദിവസം മുഴുവൻ എടുത്ത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒറ്റ ദിവസത്തിൻ്റെ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് പാകിസ്ഥാൻ നമ്മുടെ എയർഫോഴ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞത്. ഇത് പറയുന്നത് പാകിസ്ഥാനെ ഈ യുദ്ധസമയത്ത് ഏറ്റവും അധികം സഹായിച്ച 2 രാജ്യങ്ങളുണ്ട്, തുർക്കിയും അസർബൈജാനും. ഈ അസർബൈജാനിൽ ഷഹബാസ് ഷെരീഫ് ഒരു സന്ദർശനത്തിന് പോകുന്നു. അവിടെ വെച്ച് സമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നു. അവിടെ വെച്ചാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് കൃത്യമായി പദ്ധതി ഇട്ടിരുന്നു, ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വിമാനങ്ങൾക്ക് പറന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യൻ ആക്രമണം എയർബേസുകൾക്ക് നേരെ നടത്തി. അതാണ് നമ്മൾ പറഞ്ഞത് 18 അടി താഴ്ചയുള്ള ഗർത്തം വരെ നമ്മൾ റൺവേയിലുണ്ടാക്കി. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് കൊണ്ട് അസർബൈജാനിൽ വെച്ച് പറയുന്നു ഞങ്ങൾക്ക് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ശക്തി ആദ്യമായി പാകിസ്ഥാൻ അംഗീകരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അസീം മുനീർ എന്ന് പറഞ്ഞ സൈന്യാധിപൻ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും നമ്മൾ രാവിലത്തേക്ക് ആക്രമണത്തിന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ഈ 9, 10 തീയതികളിലുണ്ടായ അറ്റാക്ക് ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആരാന്നറിയോ? പാകിസ്ഥാനിലെ സൈന്യാധിപനെ അസീം മുനീറാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിന് മുന്നിൽ അസീം മുനീർ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഷഹബാസ് ഷെരീഫിന് കൊടുത്തു. പിന്നീട് ഫാക്ട് ചെക്ക് നടത്തിയപ്പോഴാണ് അത് ചൈന പണ്ട് നടത്തിയ ഒരു മോക്ക് ഡ്രില്ല്, അവരൊരു പരീക്ഷണ സംഭവമായിരുന്നു എന്നൊക്കെ മനസ്സിലായി. ഇതേ ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ഇറാൻ സന്ദർശനത്തിന് ശേഷം നേരെ അസർബൈജാനിലേക്ക് വരുന്നു. അസർബൈജാനിൽ വെച്ച് പരസ്യമായിട്ട് പറയുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ ഞങ്ങൾക്ക് വലിയ ക്ഷതമേറ്റിരുന്നു, ഞങ്ങളുടെ വിമാനത്താവളങ്ങൾ തകർന്നിരുന്നു. ഇത് പറയുന്നത് അവരുടെ സൈന്യാധിപനായ അസീം മുനീറിന്റെ മുമ്പിൽ വെച്ച്. ഇതിനേക്കാൾ വലിയ കുമ്പസാരം കുറ്റസമ്മതം ഉണ്ടോ പാകിസ്ഥാനെ സംബന്ധിച്ച്? ഇല്ല. പ്രത്യേകിച്ച് അസീം മുനീറാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൈകളിൽ ഒരാൾ. കാരണം അയാളുടെ ചില വാക്കുകൾ അത് ചിലരെ വലിയ രീതിയിൽ അവരുടെ തലച്ചോറിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് അവരെ വലിയ രീതിയിൽ പാകിസ്ഥാൻ സ്നേഹികളാക്കിക്കൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്ന രീതിയിൽ വന്നതാണ് 26 പേരുടെ ജീവനെടുത്തത്. പക്ഷേ മെയ് 10 ഇന്ത്യ ആക്രമിക്കുക എന്നുള്ള തരത്തിൽ രാവിലത്തെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഇന്ത്യയെ അങ്ങോട്ട് ആക്രമിക്കാം എന്ന് കരുതി ആയുധങ്ങളും സൈനികരെയും ഒക്കെ സജ്ജമാക്കുന്നതിനിടയിലാണ് ഇന്ത്യ ഏകദേശം 9 എയർബേസുകൾ തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തത്. അപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഞങ്ങളുടെ ഒരു അശ്രദ്ധ, അത് ഞങ്ങളുടെ കുറച്ച് സമയത്തെ അശ്രദ്ധ പാകിസ്ഥാനിലെ മുഴുവൻ എയർബേസുകളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത്. അത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നമ്മുടെ തന്നെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ കൊണ്ടാണ് ഇത് പാകിസ്ഥാനെതിരെ നമ്മൾ ഇത്രയും വലിയ ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ ഇന്ത്യ വീണ്ടും വീണ്ടും വലിയ രീതിയിൽ പ്രതിരോധ മേഖലയിൽ കുതിക്കുകയാണ്. ഇതിന്റെ ശക്തി മറ്റ് രാജ്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് 18 രാജ്യങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ബ്രഹ്മോസ് ഞങ്ങൾക്ക് തരണം, എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം, അതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് 18 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ നല്ലതുപോലെ അറിഞ്ഞു, മനസ്സിലാക്കി. ഇനി തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ഈ എയർബേസുകൾ വരണമെങ്കിൽ പാകിസ്ഥാന് കോടികൾ ചെലവഴിച്ചാലേ ഈ പഴയ രൂപത്തിലേക്ക് എയർബേസുകൾ വരൂ. മറ്റൊന്ന്, അസീം മുനീർ ഇത്രയും നാള് ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചു, ഇന്ത്യ ആക്രമിച്ചതിലും 100 ഇരട്ടി ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചു
ഇന്ത്യയുടെ ജെറ്റ് എയർവേസുകൾ തകർത്തു. അങ്ങനെയൊക്കെ ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന അസീം മുനീറിന്റെ മുന്നിൽ വെച്ചാണ് ഷഹബാസ് ഷെരീഫ് അസീം മുനീറിന് പണി കൊടുത്തത് എന്നുള്ളതാണ്. ഷഹബാസ് ഷെരീഫ് സിരിജ് പറഞ്ഞതുപോലെ കുമ്പസരിക്കുകയാണ്. ഞങ്ങളെ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന രീതിയിൽ ഒരു പ്രധാനമന്ത്രി പറയുകയാണ് പാകിസ്ഥാന്റെ. അത് കേട്ട് തല കുനിച്ചിരിക്കാനേ അവിടുത്തെ സൈനിക മേധാവിക്ക് കഴിയുന്നുള്ളൂ എന്നതാണ്. അപ്പൊ അസീം മുനീർ അത്രത്തോളം നാണം കെട്ട് നാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഷഹബാസ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ ഭരണകൂടം അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയ ഒക്കെ കൊടുക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് 4 ദിവസങ്ങളിലായിട്ട് പാകിസ്ഥാൻ നമുക്കെതിരെ ആക്രമണം നടത്തി. പക്ഷെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം, അതുപോലെ തന്നെ നമ്മുടെ ആക്രമണ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ തകർത്തല്ലോ. ഈ 10-ാം തീയതിയാണ് ഇവർ ആക്രമണത്തിന് പ്ലാൻ ഇടുന്നത്. അപ്പോൾ 9-ാം തീയതി രാത്രി തന്നെ നമ്മൾ അവിടെ പണി കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ 10-ാം തീയതി പുലർച്ചെ ആയപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ അസീം മുനീറിന് മെസ്സേജ് കിട്ടുന്നു, നമ്മുടെ വ്യോമത്താവളങ്ങൾ തകർത്തുന്നു. പക്ഷേ അവരുണ്ടാക്കുന്ന നരേറ്റീവ് 4 ദിവസത്തെ ആക്രമണത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനാണ് വിജയിച്ചത്. അപ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നു, അതും വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപന് സ്ഥാനക്കയറ്റം നൽകുന്നു. അങ്ങനെ അദ്ദേഹം ഫീൽഡ് മാർഷലായി. അപ്പോൾ ഫീൽഡ് മാർഷലായതിൻ്റെ ഒരു ഗമയിലൊക്കെ വന്നിട്ടാണ് ഈ അസർബൈജാനിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് അസീം മുനീർ പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറയുന്നത്, ഇന്ത്യ നമ്മുടെ നെഞ്ചത്ത് കയറി അടിച്ചു കളഞ്ഞല്ലോ, കാരണം ബ്രഹ്മോസ് വെച്ച് തകർത്തു എന്ന് അവർ പറയണം. അപ്പോൾ ബ്രഹ്മോസ് ഉണ്ട് നമ്മുടെ കയ്യിലൊന്നും, നമ്മൾ ബ്രഹ്മോസ് ആയുധം ഉപയോഗിച്ചോ ഇല്ലയോ എന്നും പറയാതിരിക്കായിരുന്നു. പാകിസ്ഥാൻ ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്നു, കാരണം ഇത് സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ എത്ര അതെ അതെ അപ്പോൾ അത്രയും വേഗത്തിൽ വരുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിനെ തടയാനുള്ള സംവിധാനങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല. ഈ വ്യോമ പ്രതിരോധ സംവിധാനം ചൈന കൊടുക്കുന്ന മാത്രമല്ല, നമ്മളുടെ ബ്രഹ്മോസിനെ ഇപ്പോൾ വെല്ലാൻ പറ്റുന്ന അല്ലെ അതിനെ തടയാൻ പറ്റുന്ന സംവിധാനങ്ങൾ നിലവിൽ ലോകത്തില്ല. അതുകൊണ്ട് ചൈന ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നതേ ഉള്ളൂ. ഇവിടെ പാകിസ്ഥാനിന് ഈ പറയുന്ന ഒരു ഔദ്യോഗികമായ കുറ്റസമ്മതം നടത്തുന്നു അസർബൈജാനിൽ വെച്ചാണ്. അസർബൈജാനാണ് പാകിസ്ഥാൻ വലിയ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇന്ത്യയുമായിട്ട് വലിയ എന്താ പറയുക ട്രേഡ് നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. ആ രാജ്യത്ത് വെച്ച് ഇയാൾ പറയുമ്പോൾ ഈ പറയുന്ന അസീം മുനീർ ആകെ നാണം കെട്ടുകയാണ്. കാരണം ഇയാൾക്ക് എന്തിനാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി കൊടുക്കുന്നത്? അതായത് ചരിത്രം എടുക്കുമ്പോൾ പിന്നീട് എന്തിനാണ് അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയെന്ന് ചോദിക്കും. അന്ന് പറയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്നൊരു യുദ്ധം നടന്നു എന്ന്. 10-50 വർഷം കഴിഞ്ഞിട്ടാണ് 2025 ഒരു യുദ്ധം നടന്നു. അന്ന് ആ യുദ്ധത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഒടുവിൽ ഇന്ത്യയെ നമ്മൾ പരാജയപ്പെടുത്തി. അങ്ങനെ അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപനെ നമ്മൾ ഫീൽഡ് മാർഷലായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫിനെക്കാട്ടിലും ഉയർന്ന പദവിയിലേക്ക് ചരിത്രം അസീം മുനീറിനെ രേഖപ്പെടുത്തും. അതിനൊരു പണിയാണോ ഇതെന്ന് പറഞ്ഞ് സംശയിക്കാനും പറ്റില്ല. അസീം മുനീർ ഒരു പട്ടാള അട്ടിമറിക്ക് ശ്രമിച്ച് വേണമെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ ജയിലിലൊക്കെ ആക്കി തനിക്കൊരു പ്രധാനമന്ത്രി ആകാം എന്നൊക്കെയുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഷഹബാസ് ഷെരീഫിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഈ പാകിസ്ഥാനെ പുറത്തു കൊണ്ടുപോയി തന്നെ നല്ല ഒന്നാം തരം പണി ഷഹബാസ് ഷെരീഫ് കൊടുത്തത്. കാരണം പാക് പ്രധാനമന്ത്രി പറയുകയാണ്, ഇന്ത്യയുടെ ബ്രഹ്മോസിന് മുന്നിൽ ഞങ്ങൾ തകർന്ന് തരിപ്പണമായി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ആലോചിക്കും മുൻപേ അവരവിടെ പണി കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ നൂർഖാൻ എയർബേസ് എന്നൊക്കെ പറയുന്നത് തന്ത്രപ്രധാനമായ പാകിസ്ഥാന്റെ എയർബേസ് ആണ്. VIP-കൾ വരികയും പോവുകയും ചെയ്യുന്ന എയർബേസുകളാണ്. ആ എയർബേസുകൾ തകർത്തു തരിപ്പണമാക്കി എന്ന് പറയുമ്പോൾ ഇപ്പോ അവിടുന്ന് റൺവേകൾ ഉൾപ്പെടെയാണ് തകർത്ത് തരിപ്പണമാക്കിയത്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പാകിസ്ഥാന്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് അസീം മുനീറിന്റെ മൂടിനിട്ട് താങ്ങിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഷഹബാസ് ഷെരീഫ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മൾ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്, നമ്മളാണ് കയറി അങ്ങോട്ട് മാന്തിയത്, അതിന് അവർ നമ്മുടെ തലക്കിട്ട് തന്നതാണ്. അപ്പം ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ട് നമ്മളെ തകർത്തു എന്ന് അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി സമ്മതിച്ചു. ഇതൊട്ടും ചെറിയ കാര്യമല്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ സംശയങ്ങൾ തീർന്നു എന്ന് ഇതിലൂടെ വിശ്വസിക്കുന്നു.